ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കിതാബു സിയാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കിതാബു സിയാം സബഖ് 39 വസിദ്ദത്തിൻ മിൻ ശവ്വാലിൻ ശവ്വാൽ മാസത്തിൽ നിന്നുള്ള 6 നോമ്പും സുന്നത്താക്കപ്പെടും. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വാമ റമളാന ആരെങ്കിലും റമളാനിലെ നോമ്പനുഷ്ഠിച്ചാൽ തുമ്മ അത്ബഅഹു പിന്നെ ആ റമളാനിന്റെ നോമ്പിനോട് തുടർത്തിയാൽ സിദ്ദൻ മിൻ ശവ്വാലിൻ ശവ്വാലിൽ നിന്നുള്ള 6 നോമ്പിനെയും കൂടി തുടർന്ന് അനുഷ്ഠിച്ചാൽ കാനക സിയാമി ദഹരി അവൻ ആകുന്നതാണ് സിയാമി ദഹരി ഒരു കൊല്ലത്തെ നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെ ആകും. ദഹർ എന്നതുകൊണ്ട് അടുത്ത മുറാദ് കൊല്ലം എന്നാണ്, അല്ലാതെ കാലകാലം എന്ന അർത്ഥത്തിനല്ല. മുറാദ് ബിദ്ദഹരി ഉന അസന. അപ്പൊ ഒരു കൊല്ലത്തെ നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെ ആകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അത്. വറവൻ നസാഇ, ഇമാം നസാഇ റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്തു ഹദീസ സിയാമു ഷഹരി റമളാന, റമളാൻ മാസത്തിലെ നോമ്പാകുന്നത് ഈ അശറത്തി അശുഹരിൻ 10 മാസത്തിന് തുല്യമാണ്. സിയാമു സിത്തത്തി അയ്യാമിൻ 6 ദിവസത്തെ നോമ്പ് ബി ഷഹറൈനി 2 മാസത്തെ നോമ്പിന് സമമാണ്. അപ്പോ ദാലിക സിയാമു സന, അപ്പൊ അത് ഒരു കൊല്ലത്തെ നോമ്പായി. റമളാനിലെ നോമ്പ് 10 മാസത്തിനും 6 നോമ്പ് 2 മാസം, അപ്പം 10 2 12, അപ്പൊ ഒരു കൊല്ലം, അപ്പൊ ഒരു കൊല്ലത്തിന് സമമായി എന്ന് ഉള്ള ഹദീസിനെ ഇമാം നസായി റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്തു. ദാലിക സിയാമു സനത്തി എന്ന് പറഞ്ഞാൽ ഐ മിസ്ലു സിയാമിഹ, ആ ഒരു കൊല്ലത്തിന്റെ നോമ്പ് പോലെയായി. ബിലാ മുളാഅഫത്തിൻ നദീറ മാ ഖാലുഹു ഫി ഖബരി ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു തുലുൽ ഖുർആനി എന്ന് പറയുന്ന അതിനോട് സമാനമായ വിഷയമാണിത്. അതായത് സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതിയാൽ, അല്ല ഖുൽ ഹുവല്ലാഹു അത് ഒരു പ്രാവശ്യം ഓതിയാൽ അത് ഖുർആന്റെ 3-1 സമാനമാകും എന്ന് പറയുന്ന പോലെ. ഇവിടുത്തെ വൽ മുറാദ് സവാബുൽ ഫർദി, ഫർദിന്റെ സവാബ് കിട്ടും എന്നാണ്. ഇല്ല ലം യകുൻ ലി ഖുസൂസിയത്തി ശവ്വാലിൻ മാനൻ, അങ്ങനെ അല്ലെങ്കിൽ അവിടെ ശവ്വാലിന്റെ ഖുസൂസിയത്തിന് പ്രത്യേകമാണെന്നില്ല. ഇത് കാരണം മൻ സാമ മാ റമളാന സിത്തത്ത വൈരിഹ, റമളാനോടൊപ്പം റമളാൻ അല്ലാത്ത വേറെ 6 നോമ്പ് കൂടി നോറ്റാൽ യശ്വരി സവാബ് ദഹരി, അവന് ഒരു കൊല്ലത്തെ നോമ്പ് എന്ത് ചെയ്യും, കിട്ടും. അപ്പൊ ഇവിടെ ഈ ഒരു കൊല്ലത്തെ നോമ്പ് കിട്ടുമെന്ന് പറഞ്ഞത് ഒരു കൊല്ലം ഫർദ് നോമ്പ് അനുഷ്ഠിച്ച സവാബ് കിട്ടുമെന്നാണ് പറഞ്ഞതിന്റെ ആശയം എന്നാണ്. ദഫ്ഫയുടെ ഭാഗത്താണ് എഴുതിയത്. പിന്നെ ആ 6 നോമ്പിനെ തുടരെ നോക്കലാകുന്നത് അഫ്ളലു, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. റമളാനിന്റെ ശേഷം ശവ്വാൽ മാസത്തിന് 6 ദിവസം, അത് 6 ദിവസം തന്നെ തുടരെ നോക്കലാണ് അഫ്ളൽ. ഇനി മുത്തബരിഖത്തായിട്ട് ആ ശവ്വാലിലെ ഏതെങ്കിലും 6 ദിവസം നോക്കിയാലും എന്താകും, ആ അസ്രി സുന്നത്തോടെ കിട്ടും. അപ്പം തുടരെ നോക്കൽ അഫ്ളലാണ്. കഥാ പ്രകാരം തന്നെ ഇത്തിസാലുഹ, ആ 6 നോമ്പിനെ ചേർക്കൽ സുന്നത്താണ്. ബി യൗമിൽ എഴുതി, പെരുന്നാൾ ദിവസത്തിനോട് ചേർക്കുക. എന്നറിയാം, പെരുന്നാൾ ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ എന്ത് ചെയ്യുക, 6 നോമ്പ് തുടരെ നോക്കുക, അതിനോട് ചേർത്ത് നോക്കൽ. അത് മുബാദറത്തന്നെ ഇബാദത്തിലേക്ക് ഉണരുന്നതിന് വേണ്ടി. പിന്നെ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ 6 നോമ്പ് തുടരെ നോക്കൽ, അതും അപ്രകാരം തന്നെയാണ് അഫ്ളലാണ് എന്ന്. പിന്നെ വയുഖ്റബു ഇഫ്റാദുൽ ജുമുഅത്തി, ജുമുഅയെ തനിപ്പിക്കൽ കറാത്താണ്. ഇഫ്റാദു സബ്തി, ശനിയാഴ്ച ദിവസത്തെയും തനിപ്പിക്കൽ കറാത്താണ്. ബിസോമി നോമ്പ് കൊണ്ട് ജുമുഅ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക, അതുപോലെ ശനിയാഴ്ച ദിവസം നോമ്പ് അനുഷ്ഠിക്കുക, ആ ദിവസം മാത്രം, അത് കറാത്താണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യസൂമു അഹദുക്കും യൗമൽ ജുമുഅ, നിങ്ങളിൽ ഒരാൾ നോമ്പ് അനുഷ്ഠിക്കരുത് യൗമൽ ജുമുഅ, ജുമുഅ ദിവസം നോമ്പ് നോക്കരുത്. നോമ്പ് നോക്കുകയില്ല, നോമ്പ് നോക്കരുത്, ഇല്ല യസൂമ ഖബലഹു, അതിന് മുമ്പുള്ള ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കലോടെ അല്ലാതെ, ഔ യസൂമ ബഅദഹു, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള നോമ്പിനെ അനുഷ്ഠിക്കുന്ന അല്ലാതെ നോമ്പ് അനുഷ്ഠിക്കരുത്. നോമ്പ് അതിന് മുമ്പുള്ള നോമ്പ് അനുഷ്ഠിച്ചാലല്ലാതെ, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള നോമ്പ് അനുഷ്ഠിച്ചാലല്ലാതെ ഈ ജുമാ ദിവസത്തെ നോമ്പ് നിങ്ങൾ നോക്കരുത്. റവാഹു ശൈഖാനി വഖാല, തങ്ങൾ പറഞ്ഞു, ലാ തസൂമു യൗമ സബ്തി, ശനിയാഴ്ച ദിവസം നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കരുത്. ഇല്ലാ ബി മഫ്തൂരിദ അലൈക്കും, നിങ്ങളുടെ മേൽ ഫർളാക്കപ്പെട്ട ഒന്നിലല്ലാതെ. റവാഹു അസ്ഹാബു സുനൻ അർബഅ, സുനൻ അർബഅയുടെ അസ്ഹാബ് എന്ത് ചെയ്തു, ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്ത് അവരാണ് റിപ്പോർട്ട് ചെയ്തത്. വഹസനഹു തുർമിദി, എന്നിട്ട് ഹദീസിനെ തുർമിദി ഇമാം ഹസനാക്കി. വസഹഹുൽ ഹാക്കിമു, ഹാക്കിം എന്നവരെ സഹിയാക്കി അല ഷർത്തി ഷൈഖൈനി, ഷൈഖൈനിയുടെ ഷർത്തിന്മേൽ ഹാക്കിം അതിനെ സഹിയാക്കുകയും ചെയ്തു. അപ്പോൾ ഷൈഖൈനിയുടെ ഷർത്തത്തെ ഹദീസാണ് എന്ന നിലയ്ക്ക്. പിന്നെ വസൗമു ദഹരി, കൊല്ലം മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കൽ. ഇവിടുത്തെ ഈ ദഹർ കൊണ്ടുള്ള ഉദ്ദേശം ഉംറ, ജീവിതകാലം മുഴുവനും എന്നുള്ള ഉദ്ദേശം. അൽ മുറാദു ബിഹി ഹുന അൽ ഉംറു, കൊല്ലം എന്നത് ആയുസ് എന്നതാണ്. ഖിലാഫി ഫിൽ ഹദീസി ഫി ഖൗലിഹി കാന കസിയാമി ദഹരി എന്ന് പറഞ്ഞല്ലോ, ഇന്നൽ മുറാദ ബിഹി ഹസന, അത് അവിടെ കൊല്ലം എന്നാണ് ഉദ്ദേശം. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എന്താണ് ആയുസ് എന്നാണ്. അവന്റെ ഉംർ, ഒരു മനുഷ്യന്റെ ഉംർ മുഴുവനും, അപ്പോൾ ജീവിതകാലം മുഴുവനും നോമ്പ് അനുഷ്ഠിക്കുക. ഈദുൽ ഈദി, ഈദ് അല്ലാത്ത തശ്രീഖ് അയ്യാമു തശ്രീഖും അല്ലാത്ത ബാക്കി എല്ലാ ദിവസങ്ങളും ജീവിതകാലം മുഴുവനും, പെരുന്നാൾ ദിവസവും അയ്യാമു തശ്രീഖ് ഒഴിച്ച് ബാക്കി ജീവിതകാലം മുഴുവനും നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് മക്റൂഹുൻ, അത് കറാഹത്താക്കപ്പെട്ടതാണ്. ആർക്ക്, ലിമൻ ഖാബ ബിഹി ലററൻ, ആ നോമ്പ് കൊണ്ട് പിന്നെ ലറർ ബുദ്ധിമുട്ടിനെ പേടിക്കുന്നവനിക്ക് കറാഹത്താണ്. ലററിനെ പേടിക്കുന്നവനിക്ക് കറാഹത്താണ്. ഔ ഫൗത ഹഖിൻ, അല്ലെങ്കിൽ ഒരു ഹക്ക്, ഒരു ബാധ്യത നഷ്ടപ്പെട്ടു പോകും എന്ന്. അത് സുന്നത്തായ ഹക്കാണെങ്കിലും എന്ന് തന്നെ പറയുന്നുണ്ട്. വലോ മന്ദൂബൻ, ശൈഖുന റംദി ഫി ശറഹിഹി കബിനി ഹജർ, വലോ മന്ദൂബൻ, ഒരു സുന്നത്തായ ഹക്കാണെങ്കിലും ശരി നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചാൽ അപ്പോൾ അത് കറാഹത്താണ്. മുസ്തഹബ് എന്നത് സുന്നത്താക്കപ്പെട്ടതാണ്. അങ്ങനെ നോമ്പ് ജീവിതകാലം മുഴുവൻ അനുഷ്ഠിക്കൽ. ആർക്ക്, വൈരിഹി, ഈ പറഞ്ഞ ദററിനെയോ പേടിക്കുകയോ അല്ലെങ്കിൽ ഹക്ക് ഹോത്താവിനെ പേടിക്കുകയോ ചെയ്യുമെന്ന് പറഞ്ഞവൻ അല്ലാത്തവർക്ക് അത് സുന്നത്താണ്. അത് വൈരിഹി. അലൽ ഹാലത്തിൽ ഊല, ഒന്നാമത്തെ ഹാലത്തിന്റെ മേലാണ്, ആ ഹാലത്തിന്മേൽ, ഒന്നാമത്തെ ഹാലത്തിന്മേൽ, അവസ്ഥയിന്മേൽ റൂമില അമലി ചെയ്യപ്പെട്ടു. എന്തിനെ, ഹദീസ് മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിനെ ആദ്യം പറഞ്ഞ ഹാലത്തിന്റെ മേലെ, അതായത് മരണ പേടിക്കുന്നവൻ അല്ലെങ്കിൽ ഹക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ഹാലത്തിന്റെ. ഏതാണ് ഹദീസ്? ലാ സാമ മൻ സാമൽ അബദ, ലാ സാമ നോമ്പില്ല, മൻ സാമ അനുഷ്ഠിച്ചവനിക്ക് നോമ്പ് അനുഷ്ഠിക്കുന്ന, അല്ല അബദ കാലാകാലം നോമ്പ് അനുഷ്ഠിച്ചവനിക്ക് നോമ്പില്ല എന്ന് പറഞ്ഞ ഹദീസിനെ എന്ത് ചെയ്തു, ഒന്നാമത്തെ പറഞ്ഞതിന്റെ മേൽ എന്ത് ചെയ്യും. എന്നിട്ടോ വസ്തിഹ്ബാബുഹു, ആ കാലാകാലം നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞത്, ആ സുന്നത്താകുന്നത് ഇല്ല ഹാലത്തി താനിയത്തി, അത് രണ്ടാമത്തെ ഹാലത്തിന്റെ മേൽ. ഇതാണ് പിന്നെ ആ പറഞ്ഞ ലറൂനെ ഒന്നും പേടിക്കാത്തവന്റെ മേൽ എന്ന് പറയുന്നത്. ആ പറഞ്ഞ ഹാലത്തിന്റെ മേൽ എന്ത് ചെയ്തു, ആ ഹാലത്തിന്മേൽ, രണ്ടാമത്തെ ഹാലത്തിന്മേലാണ് ആ സുന്നത്ത് എന്ന് പറഞ്ഞത്. ഹുവ, ആ സുന്നത്ത് എന്നതാണ് മുറാദു റൗള,
റൗളയുടെ മുറാദ് കാസുലിഹ കാസിലി റൗളയെ പോലെ റൗളയുടെ മുറാദ് എന്താണ് ആ സുന്നത്താണ് എന്ന് പറഞ്ഞതാണ്. എന്തുകൊണ്ടുള്ള മുറാദ് ഈ അദമി കറാഹത്തിഹി ആ കറാഹത്തില്ല അങ്ങനെ കൊല്ലം മുഴുവൻ നോമ്പ് ജീവിതകാലം മുഴുവൻ നോമ്പനുഷ്ഠിക്കൽ കറാഹത്തില്ല എന്ന് റൗളയും മസൻ റൗളയും ഒക്കെ പറഞ്ഞതിന്റെ മുറാദ് എന്താണ് അത് ഈ പറഞ്ഞ രണ്ടാമത്തെ ഹാലത്തിലുള്ള സുന്നത്താണ് എന്നതാണ്. ഇനി ഒമൻ തലബസബി സൗമ്യ തത്തവോഹിൻ ഇനി ഒരാൾ സുന്നത്ത് നോമ്പുമായിട്ട് ബന്ധപ്പെട്ടു നോമ്പനുഷ്ഠിച്ചു സലാത്തിഹി അതുപോലെ തന്നെ ഔ സലാത്തിഹി അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരം കൊണ്ട് തലബസ എന്നാൽ പലഹു അവന് ജായിസാണ് കത്തുഹുമ ആ നിസ്കാരത്തിനെയും നോമ്പിനെയും ഒക്കെ മുറിക്കൽ അവന് ജായിസാണ് വല കലാ അവൻ കലാ വീട്ടേണ്ടതില്ല ആ മുറിച്ചതിനെ കലാ വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവന് നിർബന്ധം ഇല്ല എന്നർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അസ്സായിമുൽ മുതതവ്വിഉ സുന്നത്തായി നോമ്പനുഷ്ഠിക്കുന്നവൻ അമീറു നഫ്സിഹി അവനവന്റെ സ്വന്തം നഫ്സിന്റെ അമീറാണ്. ഇൻഷാ സാമ അവൻ ഉദ്ദേശിച്ചാൽ അവന് നോമ്പ് പൂർത്തീകരിക്കാം ഇൻഷാ അഫ്തറ അവന് ഉദ്ദേശിച്ചാൽ അവന് വേണമെങ്കിൽ മുറിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. റവാഹുൽ ഹാക്കിം അപ്പോൾ അവന് ഖിയാറുണ്ടായാൽ ഇനി ഹദീസ് ഉമ്മിഹാനിന്റെ ഹദീസിൽ നിന്നാണ് ഹാക്കിം എന്നവർ റിപ്പോർട്ട് ചെയ്തത്. ബഖാരി ഹാക്കിം എന്നവർ പറഞ്ഞു സഹീഹുൽ ഇസ്നാദി ഹദീസ് ഇസ്നാദ് സഹീഹായ ഹദീസുമാണ്. റവാ അബൂ ദാവൂദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തു അന്ന ഉമ്മഹാനി എന്നവർ കാനത്തു സായിമത്തൻ സൗമ തതവ്വുഇൻ അവർ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നവരായിരുന്നു. അപ്പോൾ ഖയ്യറഹ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖിയാർ കൊടുത്തു ഇഷ്ടം പ്രവർത്തിക്കാനുള്ള സമ്മതം കൊടുത്തു. ബൈനായി തുഫ്തിറ അവർ നോമ്പ് മുറിക്കുന്നതിന്റെയും ഇല കലാ വിട്ടാതെ നോമ്പ് മുറിക്കുന്നതിന്റെയും ബൈനാൻ തുതിമ്മ സൗമഹ ആ നോമ്പിനെ പൂർത്തീകരിക്കുന്നതിന്റെയും ഇടയിൽ ഖിയാർ കൊടുത്തു. അപ്പോൾ നോമ്പിന് ഖിയാർ കൊടുത്തു എന്ന ഹദീസാണ് ഇതിനകത്തുള്ളത്. ഹദീസാണ് ഇത് സ്വലാത്തു സുന്നത്ത് നിസ്കാരത്തിന് ഖിയാസാക്കപ്പെട്ടു അല സോമി നോമ്പിന്റെ മേൽ ഫിലംറൈനി ഈ രണ്ട് കാര്യത്തിലും അല്ലെങ്കിൽ കലാ ഇല്ലാതെ നോമ്പ് മുറിക്കുന്നതിന്റെയും അത് നോമ്പ് പൂർത്തീകരിക്കുന്നതിന്റെ ഇടയിൽ ഖിയാർ കൊടുത്തു എന്ന രണ്ട് കാര്യത്തിലും നോമ്പിന്റെ മേൽ തന്നെ നിസ്കാരത്തെ എന്ത് ചെയ്തു ഖിയാസാക്കപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യാം നോമ്പ് നിസ്കാരം ഒന്നെങ്കിൽ പൂർത്തീകരിക്കാം അല്ലെങ്കിൽ മുറിക്കാം സുന്നത്ത് നിസ്കാരം. അപ്പോൾ സുന്നത്ത് നിസ്കാരം സുന്നത്ത് നോമ്പൊക്കെ അനുഷ്ഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാം അത് മുറിക്കുകയും മുറിക്കാതിരിക്കുകയും ചെയ്യാം. ഇനി വമൻ തലബസബി ഖലാഇൻ ഇനി ഖലാ വീട്ടുന്ന നോമ്പ് കൊണ്ട് ഒരാൾ ബന്ധപ്പെട്ട ലിസോമിൽ എങ്ങനെ എന്തിനാ ഖലാ വിട്ടാൽ ലിസോമിൽ ഫായിത്തി മിൻ റമളാനിൽ നിന്ന് നഷ്ടപ്പെട്ടതായ ഒരു നോമ്പിനെ കലാ വീട്ടൽ കൊണ്ട് തലബുസായി റമളാന്റെ നോമ്പിനെ കലാ വീട്ടുകയാണ്. അങ്ങനത്തെ അവൻ ഹറമ അലൈഹി അവന്റെ മേലെ ഹറാമാണ് കത്തുഹു ആ നോമ്പിനെ മുറിക്കൽ ഹറാമാണ്. എപ്പോൾ ഇൻകാന കലാഹു അവന്റെ ആ കലാ നോമ്പിനെ കലാ വീട്ടിലായാൽ അത് പൗരി വേഗത്തിൽ കലാ വീട്ടേണ്ടതായാൽ അത് വേഗത്തിൽ കലാ വീട്ടേണ്ടതാണ്. വഹു അത് സൗമ് മൻ തഅദ്ദ ബിൽ ഫിത്രി നോമ്പ് മുറിക്കൽ കൊണ്ട് അരി വിട്ട് പ്രവർത്തിച്ചവന്റെ നോമ്പാണ്. അപ്പോൾ അവൻ ഒരു കാരണമില്ലാതെ നോമ്പ് മുറിച്ചവൻ അപ്പോൾ അവൻ താഴ്ത്തിയാണ്. അപ്പോൾ അവന്റെ നോമ്പ് പവർ നിലയ്ക്ക് കലാ വീട്ടേണ്ടതാണ്. അങ്ങനെ കാരണം നിലയ്ക്ക് കലാ വീട്ടുന്നതാണെങ്കിൽ ആ നോമ്പ് എന്ത് ചെയ്യാൻ പറ്റില്ല കലാ വീട്ടുന്നതിന് ഇടയ്ക്ക് വെച്ച് മുറിക്കാൻ പറ്റില്ല. അപ്പോൾ കഥാപ്രകാരം തന്നെ ഇല്ലെങ്കിൽ പൗരി ആ കലാ വീട്ടൽ പവറിന്റെ മേലെ ആയിട്ടില്ലെങ്കിലും മുറിക്കാൻ പറ്റില്ല. പിന്നെ അസഹ പ്രകാരം അത് പവർ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അല്ലം യക്കും തഅദ്ദ ബിൽ ഫിത്രി ഫിത്ർ കൊണ്ട് അവൻ ചെയ്തിട്ടില്ല ആയിട്ടില്ല അവൻ മനഃപൂർവ്വം എന്താക്കിയതല്ല നോമ്പ് മുറിച്ചതല്ല കാരണങ്ങൾ കൊണ്ട് മുറിച്ചാണ്. അപ്പം പിന്നെ പവർ നിലയ്ക്ക് വീട്ടേണ്ടയില്ല തറഹിയായിട്ട് വീട്ടിയാലും മതി. അപ്പോൾ അങ്ങനെയാണെങ്കിലും എന്താണ് കഥ വീട്ടുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് മുറിക്കാൻ പറ്റില്ല എന്നതാണ് അസഹ. അസാനിയ താനി അസഹിന്റെ മുഖാബില പറയുന്നത് യജൂസുൽ ഖുറൂജ് മിൻഹു ആ നോമ്പിൽ നിന്ന് ഖുറൂജ് അവൻ ജായിസാണ്. കാണാൻ അന്നഹു മുതബർരിഉൻ ബിശുറൂഇ അതിൽ തുടങ്ങൽ കൊണ്ട് അവൻ തബർ ചെയ്തവനാണ്. അപ്പോൾ അതുകൊണ്ട് പല നമുക്ക് അപ്പോൾ അവന് നിർബന്ധമില്ല ഇസ്മാമുഖു കാരണം ഇപ്പം തന്നെ കഥ വീട്ടിൽ അവന് നിർബന്ധമില്ലല്ലോ. അപ്പം പവർ നിർബന്ധം ഇല്ലാതാകുമ്പോൾ പിന്നെ അവൻ തബർ സുന്നത്തായി നിർവഹിക്കുകയാണ്. അപ്പം പിന്നെ അവൻ എന്ത് ചെയ്യാം പല നമുക്ക് ഇസ്മാമുഖു അപ്പോൾ അവൻ പൂർത്തീകരിക്കാൻ നിർബന്ധമില്ല പിന്നീട് എപ്പോഴെങ്കിലും എന്ത് ചെയ്യാൻ മതി പിടിച്ചു കിട്ടിയാൽ മതി എന്നതാണ് താനിക്കാരോട് പറയുന്നത്. അൽഹംദുലില്ലാ ഷിയാമിന്റെ ബാബ് ഓതി കഴിഞ്ഞു. അൽഹംദുലില്ലാ ഈ കിതാബിൽ ഏറ്റിക്കാപ്പാണ് അവിടെ ആയിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അബൂലാക്കട്ടെ പോരായ്മകൾ വന്നതെല്ലാം അള്ളാഹു തആല മാപ്പാക്കി തരട്ടെ. ആഫിയായ ഇൽമു അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് റഫയുടെ 3-ാം ജുസിൽ നമ്മൾ ജനായിസിന്റെ ബാബ് ഓതി നിർത്തിയിരുന്നതാണ്. ഇനി അവിടുന്ന് സക്കാത്തിന്റെ ബാബ് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് അവിടെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ആ ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാഹ് കിതാബ് സക്കാത്ത് നമുക്ക് 3-ാം ജുസിന്റെ തുടങ്ങണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.